ഇന്നിതാ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ വീട്ടിൽ കറണ്ടില്ല കേട്ടോ. നമുക്കാണെങ്കിലും ഒരുപാട് പണികളുണ്ട്. കറണ്ട് കൊണ്ട് തന്നെ കാര്യമുള്ള പണികളുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇന്നൊരു യാത്ര പോകാനുള്ളത് കൊണ്ട് തന്നെ കുറേ അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കറണ്ട് ഇല്ലാഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ വരുമെന്ന് കരുതി ഞാൻ കുറേ നേരം കിടന്ന കിടക്കിൽ തന്നെ അങ്ങനെ എണീറ്റ് പോരാതെ കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു 6:30 കഴിഞ്ഞ് 7 മണിയൊക്കെ ആയപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ അടുക്കളയിലെ ഡ്യൂട്ടീസൊക്കെ തീർക്കാം. അപ്പോഴേക്ക് കറണ്ട് വന്നോളും കരുതിയതാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തലവേദന തോന്നിയത് രാവിലെ എണീറ്റപ്പോൾ ചെറുതായിട്ട് തലവേദന തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കരുതി ആദ്യം ഒരു ചായ ഇട്ട് കുടിക്കാമെന്നുണ്ടോ. എനിക്കാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് പാൽച്ചായ തന്നെ കിട്ടണം. അപ്പോൾ എനിക്ക് പാൽച്ചായ ഉണ്ടാക്കി. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കാപ്പിയാണ് കേട്ടോ ഇഷ്ടം. അതും കട്ടൻ കാപ്പിയാണ്, നല്ല മധുരമൊക്കെ ഇട്ടിട്ടുള്ള കട്ടൻ കാപ്പിയാണ് മൂപ്പർക്ക് ഇഷ്ടം രാവിലെ കുടിക്കാൻ. അപ്പോൾ അതുണ്ടാക്കി ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അടുക്കളയിൽ നമ്മളെ ഡ്യൂട്ടീസ് ആരംഭിച്ചതുകൊണ്ട് തന്നെ അതൊരു വിധ സെറ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അയൺ ചെയ്യാൻ പോകാമെന്ന് കരുതി വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഒത്തിരിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട്, കുറച്ച് കറിയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നീട്ടി കുറച്ച് കൂടുതലാക്കണം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു 11 മണിക്ക് നമുക്ക് ഇവിടുന്ന് യാത്ര പോകണം. കൊച്ചിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ 11 മണിക്ക് ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇറങ്ങാം. എന്നാൽ പിന്നെ എന്താ പറയുക, കുറച്ച് ദൂരെ പോയിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഒരു 3 മണിക്കൊക്കെ കഴിക്കാനുള്ള രീതിയിൽ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തണ്ടല്ലോ എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങുമ്പോൾ നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കരുതി എല്ലാവരും കഴിക്കണം നൈസ് പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ അത്ര കോമ്പുള്ള വേറെ ഫുഡൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് വാട്ടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കറി നമ്മളൊന്ന് ഇതാ ഇങ്ങനെ കുറച്ചൊരു നീട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പൊടി വാട്ടി സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കറി ഒക്കെ റെഡിയാക്കിയപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ ആ പൊടിയൊക്കെ കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രസ്സിൽ നന്നാക്കി അമർത്തും. പോരാത്തതിന് നമ്മൾ പത്തിരിയുടെ ആ ഒരു പരത്തുന്ന പലകയിൽ വെച്ചിട്ടും പരത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതും മദ്രസ ഇട്ട് വന്നോളും. അപ്പോൾ അവൾ ഞാൻ മദ്രസയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും 11 മണിക്കല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ അവൾക്ക് പോകാൻ നല്ല മടിയുണ്ടായിരുന്നു കേട്ടോ. കിട്ടിയ ഗ്യാപ്പിന് മദ്രസയിലേക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോണത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ വീഡിയോ ഇട്ടത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ കുറച്ച് കൂടുതൽ ടൈം ഉണ്ടാവും. 9:30 വരെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയും നേരം പോവാതിരിക്കണ്ടല്ലോ. നാളെ അതായത് തിങ്കളാഴ്ച എന്തായാലും മദ്രസ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് തള്ളി പറഞ്ഞയച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോഴേക്കും നമ്മുടെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അവൾ ഫുഡൊക്കെ കഴിച്ച് മക്കളെ മാറ്റി വേഗം പോവാം എന്ന് കരുതി അങ്ങനെ നമ്മുടെ പത്തിരി ഇങ്ങനെ ഓരോന്നോരോന്ന് അടിപൊളിയാക്കി ചുട്ടെടുക്കുന്നുണ്ട്. ഇതവിടെ കഴിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ അയൺ ചെയ്യാനും കാര്യങ്ങൾക്കും നമ്മുടെ പരിപാടികൾക്ക് പോകാൻ. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ പോകണത് എന്താ വെച്ചാൽ മോളുടെ നീനുട്ടിക്ക് എക്സാം ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ ക്ലാസ് ഉണ്ട്, ഒരു കുറച്ച് നേരം ക്ലാസ് ഉണ്ട്. അപ്പോൾ അവളങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി ഇടയിൽ കയറിയിട്ട് അതൊരു ട്രിപ്പാക്കി ഒരു ചെറിയ ട്രിപ്പ് മൂടാക്കി ഞങ്ങളിത് പോകാമെന്ന് കരുതി ഹസ്ബൻഡിൻ്റെ സോപ്പിട്ട് ഒരു ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തിരിപ്പടിയും കോഴിക്കറിയൊക്കെ പത്തിരി അവിടെയൊക്കെ മേശപ്പുറയിൽ ഞാൻ എടുത്ത് വെച്ച് മുകളിലേക്ക് നമ്മുടെ അയൺ ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിലാണ് കേട്ടോ, വീടിൻ്റെ മുകൾ നിലയിലാണ്. അപ്പോൾ ഡ്രസ്സ് ഇടാൻ അതിമാത്രമൊന്നുമില്ല, കുറച്ചുള്ളൂ. കാരണം 2 ദിവസത്തെ ഞായറാഴ്ച പോയി തിങ്കളാഴ്ച വരിക. അപ്പോൾ ഒന്ന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ പിറ്റേന്ന് ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ മോൾക്ക് നീനുട്ടിക്ക് പരീക്ഷയ്ക്ക് ഇടാനുള്ള അവളുടെ കോഴ്സിനനുസരിച്ചുള്ള ഇത് വാങ്ങാനായിരുന്നു നമ്മൾ കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ കയറി കണ്ടുകൂട്ടും. നമ്മൾ ഇത് ഷർട്ടും അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയ ഒരു ഷോപ്പിംഗ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അങ്ങനെ അവളുടെ ഡ്രസ്സ് കാര്യമായിട്ട് അവൾക്ക് ഇടാനുള്ള അങ്ങനെ ഒരു എന്താ പറയുക ഒരു തീമുണ്ട്. അവൾ യൂണിഫോമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചു. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് സ്കേർട്ടൊക്കെയാണ്. അപ്പോൾ അത് ആദ്യം ആഡ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനിടുന്നത് എന്താ പറയുക യാത്രയ്ക്കല്ലേ, കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ടോപ്പും ലൈനിങ് ഒന്നും ഇല്ലാത്ത അങ്ങനെ ആ ഒരു നമുക്ക് ഒരുപാട് നേരം അതായത് ഒരു 5-6 മണിക്കൂർ യാത്ര ഉള്ളതാണല്ലോ. അപ്പം കുറച്ചൊരു കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് ഇടാനുള്ള ഡ്രസ്സും പാക്ക് ചെയ്യാനുള്ളത് അത് വേറെ അയൺ ചെയ്ത് വെച്ചു. ഹസ്ബൻഡിൻ്റെ ഒക്കെ പിന്നെ ഓൾറെഡി ഹസ്ബൻഡിൻ്റെ അയൺ ഇസ്തിരി ഇട്ട് വെക്കും കേട്ടോ. അത് ആഴ്ചയിൽ ശനി ഞായറൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇസ്തിരി ഇട്ട് അവിടെ വെക്കും.
അതുകൊണ്ട് മൂപ്പർക്ക് അതിട്ട് പോയാൽ മതി. അങ്ങനെ ഞാനും ഇതുമൊക്കെ റെഡി ആയിട്ടുണ്ട്. ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ ഇതുമ്മുൻ്റെ അങ്ങനെ ഏൺ ചെയ്യാനൊന്നുമില്ല. പിന്നെ ജീൻസൊക്കെ ആയതുകൊണ്ട് കേട്ടോ. ഹസ്ബൻഡ് ഇതാ ഇവിടെ സുന്ദരനായി മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം ഇതാ മൂപ്പര് പാൻറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന അന്നൊക്കെ അങ്ങനെ പാൻറ് ഇടുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇന്നിങ്ങനെ കൊച്ചിയിലേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞത് ഇടാണ്. ഇതും അവളുടെ പുതിയ ഷൂവും ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അവളിപ്പോൾ വാങ്ങി അന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയി വാങ്ങിയില്ലേ ആ ഷൂ ആണത്. അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് തരികയാണ് നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഏകദേശം നീനുട്ടിയുടെ മാറ്റിലൊക്കെ ഇങ്ങനെ അവിടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവെക്കാണ്. അതുപോലെ ഹസ്ബൻഡ് വണ്ടിയൊക്കെ എടുത്ത് ഒരു വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൂപ്പര് എവിടെ പോവുകയാണെങ്കിലും വണ്ടിയൊക്കെ നന്നായിട്ട് എന്താ പറയുക അടിപൊളിയാക്കി വെക്കും. 9 വർഷത്തോളമായി ഞങ്ങൾ ഈ വണ്ടി വാങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും പുതിയ വാങ്ങിയ പോലെ അങ്ങനെ അതുപോലെ വൃത്തിയാക്കി കൊണ്ടു നടക്കും കേട്ടോ. ഞങ്ങളാണെങ്കിൽ അതിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അവിടെ എവിടെ ഇട്ട് ആകെ വൃത്തിയേടാക്കി വെക്കും. എവിടേക്കെങ്കിലും പോയി വന്ന ഉടനെ മൂപ്പർ അതൊക്കെ സെറ്റ് വൃത്തിയാക്കാതെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാതെ ഉറങ്ങുമല്ല കേട്ടോ. ഞങ്ങൾ അതിനൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും പോവാറില്ല. എപ്പോഴും ഞങ്ങൾ ചീത്ത അറിയും, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊന്ന് കൂടി തന്നൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളത് നോക്കാറില്ല കേട്ടോ. അത് നമുക്ക് നമ്മുടെ വീട് തന്നെ ക്ലീൻ ചെയ്ത് മടുത്തിരിക്കുമ്പോഴാണ് പിന്നെ കാറ് എന്നുള്ള ആ ഒരു മൂഡില്ല ഞാൻ. ഏതായാലും ഞങ്ങളിത് ഒക്കെ കൊണ്ടുവച്ചു. ഒക്കെ ഡിക്കിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ലാസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ മറന്ന സാധനങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മാക്കി അതൊക്കെ ഓരോന്നോരോന്നാക്കി എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞ് വീടൊക്കെ നമ്മൾ എന്താ പറയുക പുറത്ത് പോകുമ്പോൾ നാളെ വരിക എന്നുള്ള രീതിയിൽ പോകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തൊക്കെയോ മറന്ന പോലെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടോ, ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടോ, അയൺ ചെയ്തപ്പോൾ ഇസ്തിരി വിട്ട് അതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടോ, അത് വേറെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ റെഡിയാക്കി നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി നമ്മൾ പോവാണ്. അങ്ങനെ എന്താ പറയുക നീനുട്ടി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങനെ വേറെ അവരുടെ ക്ലാസ്സിനും കാര്യത്തിനൊക്കെ ആയിട്ട് അവർ വേറെ വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ചെറിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആയതുകൊണ്ട് ഒരു എന്താ പറയുക കൊച്ചി കാണും ചെയ്യാം. തരം കിട്ടുകയാണെങ്കിൽ ലുലുമാളിലും പോകാമെന്നൊക്കെ കരുതിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ ഞാൻ. പക്ഷേ എന്താ പറയുക നടക്കുമെന്നറിയില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ഏകദേശം 11 മണിയായപ്പോഴാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കാണാനുള്ള ഒരു 6-7 മണിക്കൂറോളം യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്നും കാണിക്കാനുള്ള അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് എന്താ പറയുക റോഡ്, അതിൻ്റെ ഒരു സീനറി കാര്യങ്ങളും വണ്ടിയിലുള്ളത് മാത്രമേ നമുക്ക് കാണിക്കാനുള്ളൂ. വേറൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ എന്താ പറയുക യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ മാത്രമാണ് കേട്ടോ നിർത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പെരിന്തൽമണ്ണയൊക്കെ കഴിഞ്ഞ് പട്ടാമ്പിയൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു നല്ലൊരു എന്താ പറയുക പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത് കേട്ടോ. അപ്പം ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മോനും നീനുനൊക്കെ ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം, ഫ്രഷ് ആവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കരുതിയത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെ കിട്ടി. കൂടുതലധികം പൈസയൊന്നും ആയിട്ടുമില്ല കേട്ടോ. അവിടെ ഞങ്ങൾ അങ്ങനെ എന്താ പറയുക ഒരു കൂടുതൽ ഒന്നും വാങ്ങി കഴിച്ചിട്ടൊന്നുമില്ല. രാത്രിയല്ലേ നമ്മൾ ചെറുതായിട്ട് എന്താ പറയുക കുറേ ചിക്കൻ പൊരിച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിച്ചില്ല. സിമ്പിളായിട്ട് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നേരെ വാഷ്റൂമിൽ പോയി നമ്മൾ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, ബാത്റൂമിലൊക്കെ ഒന്ന് പോയി സെറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ചായ കൊടുക്കാത്തതിൻ്റെ ഒരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ചായ വേണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓർഡർ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇവിടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അധികമൊന്നും വേണ്ട, നമ്മളിത് വിചാരിക്കാതെ ഉള്ള ഒരു യാത്രയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഓവർ ഫുഡൊന്നും കഴിക്കണ്ട, ഏതെങ്കിലും ഒന്ന് മതി. ഒന്നില്ലെങ്കിൽ ഗീ റൈസ്, അതിലേക്ക് എന്തെങ്കിലും കറി അങ്ങനെ എന്തെങ്കിലും മതി, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി, അങ്ങനെ ഏതെങ്കിലും ഒന്നും മതി. ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങണ്ടെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ 3 ആളും കൂടെ ഒരുമിച്ച് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഹസ്ബൻഡ് അത് വാങ്ങിത്തരും. അപ്പം ഞാനും ഹസ്ബൻഡിൻ്റെ ഭാഗം നിൽക്കുന്നത് കൊണ്ട് തന്നെ മക്കൾക്ക് എന്താ പറയുക അത് വലിയ ഇഷ്ടമായില്ല. ഞാനങ്ങനെ ഇത് മതി കുറച്ച് മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമില്ല. ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴല്ലേ കൂടുതൽ കഴിക്കുള്ളൂ, അതൊക്കെ വേണം ഞാൻ അധികം കഴിക്കണ്ട, സിമ്പിളായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ചിക്കൻ ബിരിയാണിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. സ്പെഷ്യലായിട്ടൊന്നും കഴിക്കണില്ല.
പിന്നെ കൂടാതെ ഒരു ചായ, ഇതൊക്കെ ഇത്രയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എന്താ പറയുക, അങ്ങനെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, ഉമ്മച്ചി വെക്കുന്ന ബിരിയാണീൻ്റെ അത്രയൊന്നും എത്തൂലല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പൊലിവായിട്ടോ. ഞാൻ വെക്കുന്ന ബിരിയാണി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഹങ്കാരത്തിലാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നുമില്ല, കഴിക്കാം എന്നുള്ള ഒരു ഇതുള്ളൂ, എന്നാൽ മോശമില്ല, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അച്ചാറും തൈരൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടുത്തെ പോലെ എന്താ പറയുക, ഒരുപാട് റൈസ് അധികമൊന്നുമില്ല, ചിക്കനാണ് കേട്ടോ കൂടുതൽ. ഒരു പാത്രത്തിൽ തന്നെ 3-4 കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു. ചോറ് കുറവായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ ചോറ് ഒരുപാടും ചിക്കൻ 2 കഷ്ണമൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ചിക്കൻ ഒരുപാടുണ്ടായിരുന്നു, ചോറ് കുറവായിരുന്നു. മക്കൾക്കൊക്കെ പൊതുവെ എനിക്ക് തോന്നുന്നു റൈസാണ്, ബിരിയാണി റൈസ് ആയിരിക്കും അല്ലേ കൂടുതൽ ഇഷ്ടം. ചിക്കൻ അങ്ങനെ എന്താ പറയുക, പിന്നെ അതുമല്ല പുറത്തുനിന്നുള്ള ചിക്കനൊക്കെ ഒരു കട്ടി കൂടുതലാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളൊന്നും അതിനുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് അങ്ങനെ ഫുഡ് വീട്ടിൽ നിന്നാകുമ്പോൾ അങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡൊന്നും കഴിക്കാറില്ല. അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴാണ് ഒരുമിച്ചാവുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇവിടെ വേറൊരു വൈബ് ഉണ്ടായിരുന്നു, രസമായിരുന്നു, സംഭവം നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ബിരിയാണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ എന്തെങ്കിലും വേണമെന്ന് വന്ന് ചോദിച്ചപ്പോൾ ലൈം ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വേണോ ചോദിച്ചു. ഞാൻ നമ്മുടെ സ്ഥിരം പരിപാടിയായ നല്ല സ്ട്രോങ് ചായ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ നീനുട്ടി കോഫിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും പറഞ്ഞു എനിക്ക് ബൂസ്റ്റ് മതിയായിരുന്നു. എന്താണ് അവൾ ബൂസ്റ്റ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഏതായാലും അതൊക്കെ കുടിച്ച് ഞങ്ങളിതാ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രമുണ്ട് ഞാൻ കാണിക്കുന്നത്, കാരണം നമുക്ക് വേറെ ഒന്നും കാണിക്കാനില്ല. ഈ കാറിൽ ഇരിക്കുക, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കുക, കുറേ ലൈസും എന്താ പറയുക, ലൈസും ബിസ്ക്കറ്റ്, അതുപോലെ കടലമുട്ടായി, ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടെന്ന്, കുറച്ച് വെള്ളം, നമ്മൾ 3-4 കുപ്പി വെള്ളവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ വണ്ടിയിലുണ്ട്. അതൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. അല്ലാതെ വേറൊന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനില്ല കേട്ടോ. നല്ല കാണാൻ നല്ല എന്താ പറയുക ഭംഗിയുള്ള സ്ഥലമൊക്കെ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുവിധം കുറേ യാത്ര ചെയ്തപ്പോൾ തന്നെ മക്കളുടെ കണ്ടോ അത്യാവശ്യം നല്ല മടുത്ത് വരുന്നുണ്ടായിരുന്നു. യാത്ര ഒരുപാട് ചെയ്യുമ്പോണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഒരു മടുപ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തി കുറച്ച് നേരം സംസാരിച്ചിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അതാ തട്ടിമുട്ടി അങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇതുമുൻ്റെയൊക്കെ കോല കണ്ടോ, ഭയങ്കര എത്താറായില്ലേ എന്നൊക്കെയുള്ള ഒരു മൂഡിലായിരുന്നു. പിന്നെ എന്താ നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരുന്ന പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് തന്നെ ആ പാട്ട് തന്നെ പിന്നെയും വരിക, അങ്ങനെ ഒരു തരം മടുപ്പ്. അതിൻ്റെ ഹെഡ്സെറ്റൊക്കെ വെച്ച് നീന് ബാക്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് അവളുടെ ഫോണിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നു. ഇതും അതാ കുറച്ച് ഉറങ്ങുന്നുണ്ട്. ഞാനും എന്താ പറയുക, ഒരു ചത്തു എന്നൊക്കെ പറയാം. സാധാരണ നല്ല വെയിലും ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. AC ഒന്നും ഇട്ടിട്ടൊന്നും കാറ് എന്താ പറയുക നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ യാത്ര നല്ല ദുരന്തമായിരുന്നു തന്നെ പറയാം. എന്നാലും ഒരുമിച്ചുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഒരു രസം തന്നെ കേട്ടോ. ഫാമിലി ഒരുമിച്ച് നമ്മൾ ഇത്ര ടൈം ഒരു വണ്ടിക്കുള്ളിൽ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബന്ധം കൂടും, ആ ഒരു സ്നേഹം കൂടും, അങ്ങനെയൊക്കെ പറയാമല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പോവാണ്. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം മാത്രമേ കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ നല്ല നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സ്ഥലം എന്താ പറയുക ഹൈവേ റോഡ്, ആ നല്ല ഭംഗിയുള്ളൊരു സ്പേസ് ആയതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ പള്ളികളായിരുന്നു കൂടുതൽ, ചർച്ചുകൾ, ഈ ക്രിസ്ത്യൻ പള്ളികളായിരുന്നു കൂടുതൽ. നമ്മളിവിടെയൊക്കെ നാട്ടിലൊക്കെ മലപ്പുറം ഭാഗത്തൊക്കെ അങ്ങനെ മുസ്ലിം പള്ളികളാണല്ലോ കൂടുതലുണ്ട്. അവിടെ ഈ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ചർച്ചകളായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അതൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം, നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിലൊക്കെ സംസാരിച്ചത് അങ്ങനെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നതിപ്പോൾ ഹോട്ടൽ റൂമോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പം ആലുവയിലാണ്. അവിടുന്ന് നീനുൻ്റെ എക്സാം ഹാളിൽ പോകാനുള്ള സ്ഥലത്തേക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഇപ്പോൾ അവൻ്റെ ഫ്ലാറ്റിലേക്കാണ്. അവൻ്റെ ആലുവയിൽ ഫ്ലാറ്റ് താമസം അവന് മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ്റെ കസിന് ഒരു ചെറിയ ചെക്കനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് വേറെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം ഒരു 5-5:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അവൻ്റെ ഫ്ലാറ്റിൽ അവിടെ
2 ബെഡ്റൂമുണ്ട്, പിന്നെ ചെറിയൊരു കിച്ചണും ഒരാളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണുള്ളത്. ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ബീഫും ചിക്കൻ കറിയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വന്ന ഉടനെ ഞങ്ങൾക്ക് നല്ലൊരു ചായ തന്നു. കോഫി വേണോ ചായ വേണോ എന്നൊക്കെ ചോദിച്ചപ്പം 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ല എന്താ പറയുക വട ഇല്ലേ, ഉഴുന്ന് വട, അതിലേക്ക് ചട്നി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചപ്പം വന്ന ക്ഷീണ ആ ഒരു എനിക്കൊരു വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, മറന്നുപോയി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് പിന്നെ രാത്രിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കണം. അവിടെ അവൻ്റെ വൈഫ് ഇവിടെ ഉണ്ടെന്ന് ഇപ്പോൾ ഇല്ല, 2 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നുജൂമിൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ നുജൂമും എൻ്റെ അനിയനെ പഠിക്കുന്ന കാലത്തെയുള്ള ഫ്രണ്ടാണ്. ഞങ്ങൾക്ക് ആദ്യം നല്ലോണം അറിയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പം അവൻ്റെ വൈഫും ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ അവരുടെ നാട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ അവളെ എക്സാം കഴിഞ്ഞ് ഇങ്ങനെ മടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു, അങ്ങനെ സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ചു, കിടക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്നിതാ രാത്രി കിടക്കാൻ പോവുകയാണ്. നല്ല ക്ഷീണമുണ്ട്, രാവിലെ നമുക്ക് നേരത്തെ പോകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്നിവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു, ഉറങ്ങാണ്. ഇനി ഇതാ നേരം വെളുത്ത് ഏകദേശം ഇപ്പോൾ ഒരു സമയം 4:30-5 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് കേട്ടോ. എന്നാലും ഞാൻ മേലൊക്കെ കഴുകി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ, ഫ്രഷായിട്ടൊന്നുമില്ല. വേറെ നമ്മളിങ്ങനെ മാറി നിന്നതുകൊണ്ടായിരിക്കും ഉറക്കം അങ്ങനെ ശരിയായിട്ടില്ല കേട്ടോ. ഒരു എന്താ പറയുക, നേരത്തെ എണീക്കണം എന്നുള്ള രീതിയിൽ അലാറം വെച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണർന്ന് സമയം നോക്കുന്ന പണിയായിരുന്നു കേട്ടോ എനിക്ക്. ഞങ്ങളെല്ലാവരും ഈ റൂമിൽ കിടന്നു. ഹസ്ബൻഡ് അപ്പുറത്തും ഒരു ചെറിയൊരു കട്ടിലുണ്ട് ഹാളിൽ, അവിടെയാണ് ഹസ്ബൻഡ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എന്താ പറയുക ഉറക്കം അങ്ങനെ ശരിയായിട്ടില്ല കേട്ടോ. നീനും ഇവിടെ എഴുന്നേറ്റ് അവളുടേതായിട്ടുള്ള റെഡി ആവലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഉറങ്ങായിരുന്നു. അവളെ എണീപ്പിച്ചിട്ട് ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് അവിടെ എഴുന്നേറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോവാണ്. അങ്ങനെ ഒരുപാട് സമയം കൊണ്ട് ഞങ്ങളുടെ അവിടെ മാറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നീൻ്റെ യൂണിഫോമാണത്, നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ യൂണിഫോമിന് വെള്ള ഷർട്ടും ബ്ലാക്ക് സ്കേർട്ടൊക്കെയാണ് അവൾക്ക് യൂണിഫോം ഉള്ളത്. അപ്പോൾ അവൾ ഓക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളും ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുമൂൻ്റെ മുടിയൊക്കെ വാർന്നാൽ ഞങ്ങളുടെ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സമയം 5:30, 5:45, 6 മണീൻ്റെ അടുത്ത് ആവുന്നേ ഉള്ളൂ. അപ്പോൾ പാക്കിങ്ങിലാണ്. എന്നും മറക്കാതെ ഓരോരോ സംഗതികൾ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകാൻ. ഇനി മടങ്ങുമ്പോൾ ഇവിടെ വരുന്നുണ്ടാവില്ല. ഞങ്ങൾ നേരെ ഇനി മടങ്ങി നാട്ടിലേക്ക് തന്നെ പോകുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ മറക്കാതെ ചാർജറും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തെങ്കിലും മറന്നിട്ടുണ്ടോ നോക്കി ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് എന്താ പറയുക, ഞങ്ങൾ നുജുമിൻ്റെ ഫ്രണ്ട് എഴുന്നേറ്റില്ല. അവന് എത്രയും നേരത്തെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോകാൻ നേരം വിളിക്കുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ വാതിൽ അങ്ങനെ നമുക്ക് എന്താ ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നല്ല സെക്യൂരിറ്റിയും CCTV കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലാതെ സമാധാനമാണ് കേട്ടോ. കാരണം എണീറ്റപ്പോൾ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് മുന്നത്തെ വാതിൽ അടച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് അടച്ച് പോയതുള്ളൂ, ലോക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ പറഞ്ഞ പ്രശ്നമില്ല. കാരണം ഇവിടെ മുന്നിൽ ഭാഗത്ത് സെക്യൂരിറ്റിന് പോരാത്തതിന് ഓരോ റൂമിൻ്റെയും ഫ്ലാറ്റിൻ്റെയും മുൻഭാഗത്ത് CCTV കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുരക്ഷിതമുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊയ്ക്കുള്ള കാറിൽ വാതിലടച്ച് ആരിട്ടാൽ മതിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഒരു ഏകദേശം 6-6:30 കൂടി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് പിന്നെ അവിടെ ഈ എക്സാം സെൻറ്ററിൽ 8 മണിയാകുമ്പോഴേക്കും എത്തണം. പിന്നെ അവിടെ നിന്നാണെങ്കിൽ 1.5 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ട്രാഫിക് ബ്ലോക്കോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആവണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. ഇനി പോകുമ്പോഴേക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കുടിക്കണമല്ലോ. അപ്പം അതൊക്കെ കരുതി അതിനുള്ള ടൈമൊക്കെ ആലോചിച്ച് ഞങ്ങളൊരു 6-6:30 ആയപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. ഒന്നൊരു വെളിച്ചം വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് മൊത്തത്തിൽ ഫ്ലാറ്റ് കാര്യങ്ങൾ, ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ്. നമ്മൾ നെടുമ്പാശ്ശേരി ഇതിൻ്റെ എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ അത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിമാനത്തിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കും കിടക്കുമ്പോൾ. അങ്ങനെ ഞങ്ങളിതാ അവിടെ പുറപ്പെടുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കാറിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഒരു ഇറങ്ങുമ്പോൾ സമയം 6-6:30 ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ 1.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അവളവിടെ ആക്കിയിട്ട്
നേരെ ലുലു മാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അല്ലാതെ പോകണ്ടെന്ന് പറഞ്ഞ് നീനു എന്നെ അവിടെ പിടിച്ചിരുത്തി കേട്ടോ. ഇതും ഹസ്ബൻഡും അവിടെ കാറിലിരുന്നു. ഞാനവിടെ എക്സാം എഴുതാൻ പോയിട്ട് ആ ഒരു ചെറിയൊരു ക്ലാസ്സും ഉണ്ട് അവൾക്ക്. അപ്പോൾ അതൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ കുറേ പാരൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരിച്ചിരിക്കാനും ഒക്കെ അടുത്ത ആൾക്കാരുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പിന്നെ പുറമെയുള്ള പാരൻസ് പുറമെ വേറെ ക്ലാസ്സിൽ നിന്നൊക്കെ വന്ന് എക്സാം എഴുതാൻ വന്ന അവരുടെ പാരൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു 3-4 മണിക്കൂർ അങ്ങനെ അവിടെ ഇരുന്നു. ഏകദേശം ഒരു 11-11:30 ആയപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ചൂട്. ഇനിയിപ്പോൾ നാട്ടിലെത്തണം, നാളെ എല്ലാവർക്കും സ്കൂളുണ്ട്, ക്ലാസ് ഉണ്ട്, ഞങ്ങൾക്ക് ലുലു മാളിൽ പോകണം എന്ന് ചോദിച്ചപ്പോൾ നീനുവിനും താല്പര്യമില്ല. കാരണം അവൾ പഠിക്കാനുണ്ടായിരുന്നു, രാവിലെ നേരത്തെ എഴുന്നേറ്റിൻ്റെ ക്ഷീണം, യാത്രാ ക്ഷീണമൊക്കെ കൂടെ ആയിട്ട് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി, കിടന്നാൽ മതി എന്നുള്ള മൂഡിലായിരുന്നു കേട്ടോ എല്ലാവരും. ഞാനും ഒക്കെ എനിക്കും അങ്ങനെ പോകണം നിർബന്ധിച്ച ഹസ്ബൻഡ് കൊണ്ടുപോകും. പക്ഷേ എനിക്കും അങ്ങനെ വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയായിരുന്നല്ലോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നീനു ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് അവളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അവിടെ നല്ലൊരു അന്തരീക്ഷമുള്ള ഹോട്ടലായിരുന്നു. ഒരു ഫാമിലിക്കായിട്ടുള്ള ഒരു ഇരിക്കാനൊക്കെ പറ്റിയൊരു റൂമും അതിൽ നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയറി. ഇപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി നാട്ടിലേക്ക് വിടാം എന്നുള്ള രീതിയിലാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം മസാല ദോശ തന്നെ ഓർഡർ ചെയ്തു. കൂടെ വടയൊക്കെ ഉണ്ട്, നല്ല ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിശക്കണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വിശക്കണ്ട, വണ്ടി നിർത്തണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഓരോ പൊറോട്ടയും അതിലേക്ക് തന്നെ കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ഞങ്ങളൊരു 11-11:30 ആ ടൈം ആയതുകൊണ്ട് തന്നെ ഹോട്ടലിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ലഞ്ചിനുള്ള ടൈം മറ്റും ആയിട്ടുമില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞും ചെയ്തു. അങ്ങനെയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സമാധാനത്തോടുകൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് എന്താ പറയുക സാവധാനം ഫുഡ് കഴിച്ചു. അങ്ങനെ എന്താ പറയുക ഒരു സമാധാനത്തോടെ തന്നെ കഴിച്ചു കേട്ടോ. ഞാൻ ഈ മസാല ദോശയുടെ കൂടെ ഒരു ചായയും കുടിച്ചു. അതിനുശേഷം വീണ്ടും ഒരു ചായ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതും പതിവ് പോലെ തന്നെ ബൂസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നീനും ഹസ്ബൻഡും കോഫിയാണ് കേട്ടോ. ഓലെ കോഫീൻ്റെ ആൾക്കാരാണ്, ഞാൻ ചായയുടെ ആളാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതാ പുറപ്പെടുകയാണ്. ഇനി അധികം ഞാൻ എന്താ പറയുക റോഡിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഡ്രൈവിങ്. ഞങ്ങൾ നേരെ മഞ്ചേരി ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ മഞ്ചേരിയിലേക്ക് വീട്ടിലപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറാൻ കരുതി. കാരണം മഞ്ചേരിയിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇമ്മാൻ്റെ അടുത്ത് കയറിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു 3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. 3-3:30 ആകുമ്പോൾ എത്തും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് പാട്ടൊക്കെ ഇട്ട് പിന്നെ വീണ്ടും യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ പകൽ തന്നെയാണ്, ആ നേരം തന്നെയാണ് യാത്ര. അതായത് ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ട നേരം തന്നെയാണ് യാത്ര. നല്ല ചൂടുണ്ടായിരുന്നു, അതേ അവസ്ഥയായിരുന്നു കേട്ടോ, നല്ല ക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ മഞ്ചേരിയിലെത്തി. വേറെ എവിടെ ഞാൻ കാണിച്ചില്ല, എറണാകുളത്ത് നിന്ന് കയറി മഞ്ചേരിയിലിതാ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ആ ഒരു വഴിയാണ് കേട്ടത്. അപ്പോൾ അങ്ങോട്ട് തിരിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുപോയത് ഒരുപാട് ബിസ്ക്കറ്റും ലേസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കിയുള്ള ബിസ്ക്കറ്റാണ് ആ മുൻഭാഗത്ത് കാണുന്നത് കേട്ടോ. എനിക്കിഷ്ടം ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കടലമുട്ടായി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങളൊരു ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും യാത്ര മടുത്തു എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. മുഖമൊക്കെ എല്ലാവർക്കും ഉണ്ടോ ടയേർഡായിട്ടുണ്ട്, മുഖമൊക്കെ വാടിയിട്ടുണ്ട്. നീനൊക്കെ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇതുമൊക്കെ എന്താ പറയുക മുടിയൊക്കെ ആകെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു വിധമായിട്ടുണ്ട് കേട്ടോ എല്ലാവരും. വീട്ടിലേക്ക് പോകുമ്പം അവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്ക് തിരിക്കുന്ന ആ റോഡ് ഭാഗമാണ് കേട്ടോ. അവിടെ അമ്മയുണ്ട് പെണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്താനപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ ഉമ്മ ചോദിച്ചു എന്താ വിശക്കണുണ്ട് എന്താ വേണ്ട ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പയറുപ്പേരി ഉണ്ട്, പിന്നെ ചിക്കൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് വേഗം ഞാൻ പൊരിച്ച് വെക്കാം, നിങ്ങൾ അപ്പോഴൊക്കെ എത്തുമ്പോഴേക്കും ഞാനത് വറുത്ത് വെക്കാം, വന്നേ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം അവിടെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തി.
അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ആരാ വാതിൽ തുറന്ന് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തുറന്ന് പിടിച്ചിരിക്കുകയാണ്. ഫോണ് ഓഫാക്കാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ നാത്തൂനാണ് വാതിൽ തുറന്നത്. അപ്പോൾ ഈ താത്ത എൻ്റെ ഒരു യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് എപ്പോഴും വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് അവളെന്നെ കളിയാക്കുകയാണ്. അങ്ങനെ അവൾ വാതിൽ തുറന്നാലും ആദ്യം പുറത്ത് ചാടിയത് നീലുട്ടനാണ് കേട്ടോ. ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ടായി അത് വേറെ രസം തന്നെയല്ലേ. അപ്പം അവനാണിപ്പം വീട് മൊത്തത്തിൽ ഭരിക്കുന്നത് കേട്ടോ നീലു. കാരണം ഉമ്മാനെയും ഉപ്പാനെയും എന്താ പറയുക നാത്തൂനെയും അനിയനെയും ഒക്കെ എല്ലാവരും നിയന്ത്രിച്ച് നിർത്തുന്നത് ഇപ്പോൾ ഇവനാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പട ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തപ്പോൾ എൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. അതാണ്ട് ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും. അവന് കൊടുത്താലേ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താലാണ് പിന്നെ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവും. ഇപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാനത് കൊടുത്തു. ചെന്നപാടെ ഇതാ നാത്തൂസ് എനിക്കൊരു നല്ലൊരു എല്ലാവർക്കും നല്ലൊരു തണുത്ത ലൈം ജ്യൂസ് ഉണ്ടാക്കി തന്നു. എനിക്ക് അത് കുടിച്ചപ്പോൾ ഭയങ്കര സമാധാനം ഉണ്ടാകും. കാരണം നല്ല ദാഹമുണ്ടായിരുന്നു, നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാനതും പിന്നെ ഒരു ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ബിസ്ക്കറ്റിലെ അത് കഴിച്ചു. അപ്പോൾ ഇവിടെ ഭക്ഷണം അപ്പോൾ ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ ചോറുണ്ട്, പയറുപ്പേരുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നീനുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ച് വാ കഴിക്കാൻ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോറപ്പോൾ കഴിക്കാൻ തോന്നിയില്ല, എനിക്ക് വെള്ളത്തിനായിരുന്നു. അപ്പോൾ ഞാൻ നല്ല നാരങ്ങ വെള്ളം, പിന്നെ ഉമ്മ എനിക്ക് ഒരു ബിസ്ക്കറ്റ് കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ പാക്കറ്റ് വിളിച്ചപ്പോൾ ഉമ്മയും കഴിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും എൻ്റെ വലിയ മോള് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐറൂസ് ആണെങ്കിൽ ഭയങ്കര കരച്ചിലാട്ടോ. ഇപ്പോൾ ഭയങ്കര ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണെന്ന് പറയുന്നു. ഇതുവരെ നല്ല കുട്ടിയാണ്, ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാൻ. ഏതെങ്കിലുമൊക്കെ ഒരു ഫുഡാണ് പറ്റും. അപ്പോൾ മാറി മാറി ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചിലപ്പോൾ റവ അങ്ങനെയൊക്കെ മാറി മാറി എന്തെങ്കിലുമൊക്കെ കഞ്ഞിയിൽ നമ്മുടെ മത്തനെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റില്ല, ചിലപ്പോൾ കഴിക്കും. അങ്ങനെ ആ ഒരു മൂഡിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീഡിയോ കോളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കടന്നു. അവിടെ ഉള്ള ഫുള്ളായിട്ടുള്ള ഇതൊന്നും കണ്ടില്ല, കുറേ നേരം കിടക്കുമായിരുന്നു. ഭയങ്കര ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ കിടക്കാൻ ഞാൻ ഇതുമൂൻ്റെ മുടി വെട്ടണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കണമെന്നുണ്ടായിരുന്നു. അതിന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര മടി. അവിടെ എൻ്റെ വീട്ടിലെത്തുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ കടന്നു. ഞങ്ങളിതപ്പോൾ ഇനി പോകാൻ റെഡി ആയിക്കൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ചൂടാവുന്നുണ്ട്, വാ പോവാ, എനിക്കും നല്ല ക്ഷീണമുണ്ട്. നമുക്ക് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയല്ലോ ഹസ്ബൻഡിന് അവിടെ എത്തിയിട്ട് വേണം ഒന്ന് കിടക്കാൻ. നാളെ പിന്നെ ജോലിക്ക് രാവിലെ പോവും വേണം. അപ്പോൾ അവിടെ ഒന്ന് ചെന്ന് റെസ്റ്റ് എടുക്കാനുണ്ട് പോരെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഞങ്ങൾ കുറേ വിളിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാണ്. ഇനി നേരെ അരീക്കോട് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഈ നേരത്തൊക്കെ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇവരൊക്കെ എന്നെ നല്ല ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ താത്താൻ്റെ ഒരു വീഡിയോ എടുക്കൽ, യൂട്യൂബ് ചാനൽ, അവളെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഹസ്ബൻഡും കാര്യമായിട്ട് നീനുട്ടിന്നിട്ട് ഭയങ്കര കളിയാക്കുന്നുണ്ട്, വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ തളരില്ല, നമ്മൾ വീഡിയോ എടുത്ത് യൂട്യൂബിലിടും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും കൂടി വീഡിയോ എടുക്കാൻ തോന്നിട്ടോ. ഇപ്പോൾ ഈ പോണ ടൈമിലൊക്കെ എന്നെ പറയുന്നുണ്ട്, ഞാൻ എന്നെ സമ്മതിച്ചിട്ട് സുധേജ് എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കണ സമ്മതിച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല. ഇതേപോലെ ഞാനൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ അപ്പോൾ എന്നെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ എനിക്ക് അതിന് പൈസ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. പക്ഷേ അതിൽ നിന്ന് ഞാനിപ്പോൾ 15K സബ്സ്ക്രൈബേഴ്സുമായി അതിന് എനിക്ക് പൈസയും കിട്ടിയിട്ടോ. അപ്പോൾ ഇപ്പോൾ ആർക്കും ഒന്നും പറയല്ല. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് ഇത്. അങ്ങനെ ഇതും നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അല്ലേ. അപ്പോൾ എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. എല്ലാവരും അവിടെ തളർന്ന് ക്ഷീണിച്ച് കണ്ടോ, മുഖമൊന്നും കാണാൻ വയ്യാത്തൊരവസ്ഥയിലായിട്ടുണ്ട്. ഹസ്ബൻഡ് അതവിടെ കാർ വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.